ഫ്രണ്ട്സ്, ഈ പാറയ്ക്ക് മുകളിലൂടെ നടന്നു ചെല്ലുന്നത് ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ്. പോകുമ്പോൾ തന്നെ സൈഡിലായി ഒരു ചെറിയ വെള്ളക്കെട്ട് കാണാം. നല്ല വെയിലുണ്ടെങ്കിലും ഇവിടെ ചൂട് വളരെ കുറവാണ്. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ഇതുവഴിയാണ് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നത്. നല്ല പച്ചപ്പാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഈ ചെറിയ വഴികളിലൂടെ നടക്കാൻ തന്നെ എന്ത് മനോഹരമാണ്. ഇതോടെ നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട് ഇവിടെ. ഈ സൈഡിലായി വാമനപുരം നദിയാണ്. അതിൻ്റെ സൈഡിലൂടെയാണ് ഞാൻ ഇപ്പം നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൈഡിലെ ഒരു കൊക്കോ മരം കാണാം. അതിൽ കുറച്ച് കൊക്കോ കായ്കളുമുണ്ട്. അതിൽ അടുത്തേക്ക് പോയി നോക്കാം. മുഴുവൻ കായും താഴെ വീണ് പോയി കിടക്കുകയാണ്. രണ്ട് മൂന്നെണ്ണം ഇതിലുണ്ട്, പക്ഷെ അതെല്ലാം കേടായി നിൽക്കുകയാണ്. മുകളിലേക്ക് ധാരാളമുണ്ട്. ഒരെണ്ണം മുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. മുകളിൽ ധാരാളം കൊക്കക്കായ്കളുണ്ട്. ഇതേ ഒരു പഴുത്തതും ഒരു പച്ചയും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു പനമരമാണ്. നല്ല പൊക്കത്തിൽ വളർന്നു നിൽക്കുകയാണ്. വാമനപുര നദി അങ്ങനെ മെല്ലെ മെല്ലെ ഒഴുകുന്ന കാഴ്ച കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് ഒരു പട്ടമരം സൈഡിലായി കാണാം. ഇവിടെ ഒരു പ്രത്യേകതരം കിളിയുണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ശബ്ദം വളരെ വ്യത്യസ്തമാണ്. അത് കേൾക്കാൻ തന്നെ എന്തോ നല്ല ഭംഗിയുണ്ട്. ആ ഭാഗത്തൊക്കെ ധാരാളമായി മുളകൾ ആറ്റിലേക്ക് ചാഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ സൈഡിലായി ഒരു പഴയകാല ക്ഷേത്രവും കാണാം. ഒരു ചെറിയ വിഗ്രഹവും ഒരു ചെറിയ വിളക്കും, ഒരു കൽവിളക്കും കാണാം. ഇപ്പോൾ ഇവിടെ വലിയ പൂജയോ മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അതിന് പിറകിലായി നമ്മളെ വാമനപുര നദി ഉണ്ട്. ഈ മുളകളാൽ ചുറ്റപ്പെട്ട് മെല്ലെ തലോടി വരുന്ന വാമനപുര നദി കാണാനും അതിൻ്റെ ശബ്ദം കേൾക്കാനും തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു വ്യത്യസ്തമായ ഒരു ചെടിയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ കൂടുതലും മുളകളാണ്. വാമനപുര നദി ചെറിയ ചെറിയ കൈവഴികളായി ഇവിടെ തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ശരി.